ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രോഷ്യ ഡ്രീംസ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ കോസ്റ്റർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ അത് സിമ്പിളാണ്. കോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കപ്പൊക്കെ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കപ്പിൻ്റെ അടിയിൽ വെക്കുന്നത്, നമ്മൾ പ്ലേറ്റിൻ്റെ അടിയിൽ വെക്കുന്നതിന് പറയുന്ന പ്ലേസ് മാറ്റ്, കപ്പിൻ്റെ അടിയിൽ വെക്കുന്നതും ഗ്ലാസിൻ്റെ ഒക്കെ അടിയിൽ വെക്കുന്നതിന് പറയുന്ന കുഞ്ഞതിനാണ് പറയുന്നത് കോസ്റ്റർ. സോ ഇത് ഞാനൊന്ന് കോട്ടൺ യാണിലും ഇത് അക്രിലിക് യാണിലുമാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോപ്കോൺ സ്റ്റിച്ചാണ്. സോ ഇതാണ് അതിൻ്റെ ഒരു ഭംഗി കൊടുക്കുന്നത്, അതിനൊരു 3D എഫക്റ്റ് കൊടുക്കുന്നത്. വളരെ സിമ്പിളാണ്. ഞാൻ അതിൻ്റെ അപ്പം ക്ലിയറായിട്ട് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോ കണ്ടാലോ? സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഞാനിവിടെ ഈ റെഡ് കളർ അക്രിലിക് യാണും 5mm ക്രോഷ്യ ഹുക്കുമാണ് യൂസ് ചെയ്യുന്നത്. യാണിൻ്റെ ഇൻസ്ട്രക്ഷൻസിലും മെൻഷൻ ചെയ്തേക്കുന്നത് 5mm യൂസ് ചെയ്യാനാണ്. അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആദ്യം സ്ലിപ്പ് നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഈസി അങ്ങനെ ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ആൻഡ് പുൾ ഇറ്റ്. എന്നിട്ട് നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്രിപ്പിന് വേണ്ടി ഇങ്ങനെ ചുറ്റാം. നിങ്ങൾക്ക് ഏതാണോ മെത്തേഡ് ഇഷ്ടം അത് ചെയ്താൽ മതി. ഓക്കെ, ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ചെയിൻ 3 ചെയ്യണം. 3 ചെയിൻ സ്റ്റിച്ച്. അപ്പം yarn over 1 2 and 3. അപ്പം ചെയിൻ 3 നമ്മൾ ചെയ്തു. ഇനിയും 8 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 8 ഡബിൾ ക്രോഷ്യ ഈ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിൽ കൂടാണ് ചെയ്യേണ്ടത്. അപ്പം അതിനായി ഡബിൾ ക്രോഷ്യയ്ക്ക് എങ്ങനെ yarn over ചെയ്ത് ഈ ഫസ്റ്റ് ഇതിൽ കൂടെ ഹോൾഡ് ചെയ്തിട്ട് അതിനെ പുള്ള് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ വലിക്കുക ആൻഡ് പിന്നെയും അടുത്ത 2 ലൂപ്പിൽ കൂടെ വലിച്ചു. സോ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു. ഇനി സെക്കൻഡ് വണ്ണിനും സെയിം yarn over ചെയ്ത് അതുപോലെ തന്നെ അതിനെ വലിച്ചിങ്ങനെ എടുക്കുക ആൻഡ് yarn over ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെയും വലിച്ചെടുത്തു ആൻഡ് അഗെയിൻ അവസാനത്തെ 2 ലൂപ്പിൽ കൂടെയും എടുത്തു. സോ സെക്കൻഡ് ഡബിൾ ക്രോഷ്യയും ചെയ്തു. ഇനി തേർഡ് വൺ ഇപ്പം നമ്മൾ 5 ചെയ്തു. ഇനി നമുക്ക് 3 കൂടെ ചെയ്യണം. ആ സെയിം ലൂപ്പിൽ കൂടെ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. 6 ചെയ്തു. ഇനി ചെയ്യണം. ഞാൻ ഓവർ ഫുൾ ഡൗൺ ആൻഡ് ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ ഞാൻ പിന്നെ 7 ചെയ്തു. കണ്ടോ, 8th വണ്ണും ചെയ്തു. ഇപ്പം നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ആദ്യത്തെ ആ ചെയിൻ സ്റ്റിച്ചാണ്. അപ്പം നമ്മുടെ ക്രോഷ്യ ഡബിൾ ക്രോഷ്യ നോക്കുവാണെങ്കിൽ 1 2 3 4 5 6 7 8. ഈ ആദ്യത്തെ ഈ ഡബിൾ ക്രോഷ്യ ഇത് രണ്ടും ആ ചെയിൻ സ്റ്റിച്ചാണ്. അത് സ്കിപ്പ് ചെയ്തിട്ട് ഈ ആദ്യത്തെ ഡബിൾ ക്രോഷ്യയിലോട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ സൂക്ഷിച്ച് ആ 2 ലൂപ്പിൽ കൂടെയും കയറ്റുക. എന്നിട്ട് നമ്മുടെ യാണിനെ വലിക്കുക. എന്നിട്ട് ആ ഹുക്കിലുള്ള ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കുക. സോ നമ്മുടെ ആദ്യത്തെ റൗണ്ട് ഇതാണ്. നമ്മൾ ഫിനിഷ് ചെയ്തു. ഓക്കെ, റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമുക്കിവിടെ ചെയിൻ 1 ആദ്യം ചെയ്യണം. അപ്പം ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനിയും ഈ 8 ഡബിൾ ക്രോഷ്യ ചെയ്തതിൽ കൂടെയും 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യണം. സോ നമുക്ക് അവസാനം 16 സിംഗിൾ ക്രോഷ്യ കിട്ടും. സോ ഇത് ഓൾറെഡി ടേക്കൺ ആണ് ഈ ലൂപ്പ്. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സിംഗിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നത്? yarn over ചെയ്യണ്ട, ജസ്റ്റ് അതിനെ വലിച്ചെടുത്തിട്ട് പിന്നെ yarn over ചെയ്ത് ആ 2 ലൂപ്പിൽ കൂടെ എടുക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്തു. ഇനി സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ ആ സെയിം ലൂപ്പിൽ കൂടെ തന്നെ ചെയ്യുവാണ് കേട്ടോ. yarn over ചെയ്ത് 2 കൂടെയും വലിച്ചെടുത്തു. അപ്പോൾ 2 ചെയ്തു. ഇനിയും അടുത്ത ലൂപ്പിലത്തേത് ചെയ്യാൻ പോവാണ്. സെക്കൻഡ് ലൂപ്പിലെ ഫസ്റ്റ് വണ്ണാണ്. 1 2. ഇനി നെക്സ്റ്റ് വണ്ണിൽ 1 സോ നമ്മളിപ്പം എല്ലാത്തിലും ചെയ്ത്
ഓക്കെ, ഇപ്പം നമുക്ക് 16 സിംഗിൾ ക്രോഷ്യ കിട്ടും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഇനി അതിനെ നമുക്കിവിടെ ജോയിൻ ചെയ്യണം. സോ ജോയിൻ ചെയ്യാനായിട്ട് എങ്ങനെ മുമ്പേ ചെയ്ത പോലെ, ഇത് നമ്മുടെ ചെയിൻ സ്റ്റിച്ചാണ്, അത് സ്കിപ്പ് ചെയ്ത് ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ കൂടെ തന്നെ വലിച്ചെടുത്തിട്ട് പിന്നെയും അതിനെ ഇങ്ങനെ വലിക്കുക. സോ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് റൗണ്ട് 3 ചെയ്യാം. റൗണ്ട് 3 ചെയ്യുന്നതിന് 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. സോ 1 and 2. ഇപ്പോൾ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനിയും 2 ഡബിൾ ക്രോഷ്യ ഈ ആദ്യത്തെ ഇതിൽ കൂടെ ചെയ്യണം. എന്നിട്ട് അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെയും 2 ഡബിൾ ക്രോഷ്യ, പിന്നെയും അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് 2 1 2 1. സോ അത് ചെയ്യുന്നതിന് നമുക്ക് ആദ്യം ഇത് ചെയിൻ സ്റ്റിച്ചാണ്, അത് സ്കിപ്പ് ചെയ്തിട്ട് ഇതിൽ കൂടെ ചെയ്യണം. അത് ചെയ്യാനായിട്ട് നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതിന് yarn over ചെയ്ത് ഇതിൽ കൂടെ കയറ്റി സോ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി സെക്കൻഡ് ഡബിൾ ക്രോഷ്യ സെയിം ലൂപ്പിൽ കൂടെ തന്നെ ഓക്കെ, സെക്കൻഡ് കഴിഞ്ഞു. ഇനി അടുത്ത ലൂപ്പിൽ വരുന്നത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്താൽ മതി. അപ്പം അതിന് yarn over ചെയ്ത് വലിച്ചിട്ട് ആദ്യത്തെ 2 എണ്ണത്തിൽ കൂടെ എടുക്കുക, പിന്നെയും yarn over ചെയ്ത് അടുത്ത 2 എണ്ണത്തിൽ കൂടെ എടുത്തു. ഇനിയും അടുത്ത ലൂപ്പിൽ 2 എണ്ണം ചെയ്യണം. One. Inyam next one in the same loop. 2. ഇനി അടുത്തതിൽ ഒരു സിംഗിൾ ഡബിൾ ക്രോഷ്യ ചെയ്താൽ മതി, അതായത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്താൽ മതി. 2 1 2 1 എന്ന് ഫോളോ ചെയ്ത് പോയാൽ മതിയേ. 1. ഇനിയും 2 എണ്ണം ചെയ്യണം. ഇപ്പം നമ്മൾ ഫൈനൽ സ്റ്റേജിലെത്തി. ഇനി ഇതിൽ കൂടെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്താൽ മതി. ഇതിപ്പം 2 എണ്ണം ഇവിടെ ചെയ്തു, ഇനി ഒന്നുകൂടെ ചെയ്താൽ മതി. സോ ലാസ്റ്റ് വൺ. ഓക്കെ, ഡൺ. ഇനിയും ഇതിനെ ഇപ്പം റൗണ്ട് 3 ഏകദേശം കംപ്ലീറ്റ് ആയി. ഇതിവിടെ ജോയിൻ ചെയ്താലേ നമുക്ക് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ ജോയിൻ ചെയ്യാൻ സ്ലിപ്പ് സ്റ്റിച്ച്, ഇത് രണ്ടും ചെയിൻ സ്റ്റിച്ചാണ്. ആദ്യത്തെ ഡബിൾ ക്രോഷ്യയിൽ കൂടാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇതിൽ കൂടെ എടുത്ത് അതിനെ ഇങ്ങനെ വലിക്കുക, എന്നിട്ട് 2ൽ കൂടെ വലിച്ചെടുക്കുക. ഓക്കെ, ഡൺ. റൗണ്ട് 3 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ചസ് ആണ് കിട്ടേണ്ടത്. അത് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24. ഓക്കെ, അങ്ങനെ 24 സ്റ്റിച്ചസ് കിട്ടി. ഇനി നമുക്ക് റൗണ്ട് 4ലോട്ട് പോവാം. അതിന് ആദ്യം ചെയിൻ 1 ചെയ്യും. അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതിന് ചെയിൻ 1ഉം ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതിന് ചെയിൻ 2ഉം ചെയ്യും. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ടാണ് ഓരോ റൗണ്ടിലും ചെയ്യുന്നത്. സോ ചെയിൻ 1 ചെയ്തു. ഇനിയും നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ ഈ ആദ്യത്തെ സ്റ്റിച്ചിൽ ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെയും ഒരു സിംഗിൾ ക്രോഷ്യയും കൂടെ വെച്ച്. അപ്പോൾ 2 1 1 2 1 1 ആ പാറ്റേൺ ആണ്, ഓർഡറാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. സോ നമുക്ക് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ ലൂപ്പിൽ കയറ്റി
വലിച്ചിട്ട് ഞാൻ ഓവർ ചെയ്ത് എടുത്തു. ഇനിയും രണ്ടാമത്തേത് അതിൽ ഓക്കെ, രണ്ടാമത്തേതും ചെയ്തു. ഇനി അടുത്ത രണ്ടെണ്ണത്തിൽ ഓരോന്ന് വെച്ച് ചെയ്താൽ മതി. ഒന്ന്, ഇനി അടുത്തതിൽ രണ്ട്, ഇനി അടുത്തെണ്ണത്തിൽ രണ്ടെണ്ണം വെച്ച് ചെയ്യണം. വൺ, ടു. ഇനിയും അടുത്തതിൽ ഒരെണ്ണം വെച്ച് രണ്ടെണ്ണത്തിൽ ചെയ്യണം. വൺ, അടുത്തതിൽ വൺ, ഇനി അടുത്തതിൽ രണ്ടെണ്ണം. റൗണ്ട് 4 കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കിവിടെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സോ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്, ഈ ആദ്യത്തെ സിംഗിൾ ക്രോഷയിൽ കൂടെ ഹുക്ക് കയറ്റി വലിച്ചെടുക്കണം. ഇത് ചെയിൻ സ്റ്റിച്ചാണ്, അത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഈ ആദ്യത്തെ ഇതിൽ കൂടെ എടുത്ത് നമ്മുടെ യാണിനെ ആ സെയിം ഹോളിൽ കൂടെ വലിച്ച് ഇതിലുള്ളതിൽ കൂടെ ചെയ്യുക. സോ നമ്മുടെ റൗണ്ട് 4 അങ്ങനെ കംപ്ലീറ്റ് ആയി. റൗണ്ട് 5 ചെയ്യാൻ നമുക്ക് ആദ്യം 2 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ചെയിൻ 2, അപ്പം 1 ആൻഡ് 2. ഇനിയും ആദ്യത്തെ ലൂപ്പിൽ കൂടെ 2 ഡബിൾ ക്രോഷേ, പിന്നെ അടുത്ത 3 എണ്ണത്തിൽ കൂടെ ഓരോ ഡബിൾ ക്രോഷേ വെച്ച് ചെയ്യണം. പിന്നെയും 2 ഡബിൾ ക്രോഷേ, പിന്നെ ഓരോ ഡബിൾ ക്രോഷേ 1. അപ്പോൾ ഇത് പോകുന്നത് 2 1 1 1 2 1 1 1 അങ്ങനെ പോകും. ഞാൻ കാണിക്കാം. സോ ഡബിൾ ക്രോഷേ ചെയ്യാൻ ഞാനോ ചെയ്ത് ആദ്യത്തെ ലൂപ്പിൽ കൂടെ കയറ്റി അതിനെ വലിച്ച്, പിന്നെ ഞാനോവർ ചെയ്ത് ആദ്യത്തെ 2 എണ്ണത്തിൽ കൂടെ വലിച്ചെടുക്കുന്നു, പിന്നെ അടുത്തതിൽ കൂടെ വലിച്ചെടുക്കുന്നു. ഓക്കെ, 1 ആൻഡ് സെക്കൻഡ് 1ന് ഓക്കെ, സെക്കൻഡ് 1ഉം കഴിഞ്ഞു. ഇനിയുള്ള 3 എണ്ണത്തിൽ കൂടെ ഒരു തവണ മാത്രം ഡബിൾ ക്രോഷേ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് 1. ഇനി അടുത്തതിൽ കൂടെ ഒരെണ്ണം മാത്രം മതി. ഓക്കെ, ഇനി ഒന്നുകൂടെ ചെയ്യാനുണ്ട് അടുത്ത ലൂപ്പിൽ. ഓക്കെ, അപ്പം 3 എണ്ണം സിംഗിളായിട്ട് ചെയ്തു. ഇനിയും 2 ഡബിൾ ക്രോഷേ ആ ഒരെണ്ണത്തിൽ തന്നെ ചെയ്യണം. ഓക്കെ, 1 2 2 ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത 3 എണ്ണത്തിൽ സിംഗിളായിട്ട് ഡബിൾ ക്രോഷേ ചെയ്യണം, ഓരോന്നോരോന്ന്. ഓക്കെ, റൗണ്ട് 5 ഏകദേശം കഴിഞ്ഞ് ഇനി നമുക്കതിനെ ഇതുമായിട്ട് ജോയിൻ ചെയ്യാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുവാണ്. സോ അതിനെ ഇങ്ങനെ എടുത്ത് വലിച്ച് ഇതിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കുക. സോ നമ്മൾ ആ റൗണ്ട് 5 കഴിഞ്ഞു. ഇനി നമുക്ക് റൗണ്ട് 6 ചെയ്യാൻ ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. സോ ചെയിൻ 1, ഇനി ആദ്യത്തെ ലൂപ്പിൽ കൂടെ 2 സിംഗിൾ ക്രോഷേ ചെയ്യണം. ഓക്കെ,
1 and 2. ഇനി അടുത്ത 4 എണ്ണത്തിൽ കൂടെ ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ഒരെണ്ണം വെച്ച് 4 എണ്ണത്തിൽ ചെയ്യണം. ഓക്കെ, ഇത് 1 2 3 4. ഇനിയും അടുത്തതിൽ കൂടെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോകും. അപ്പം 2 സിംഗിൾ ക്രോഷ്യ, പിന്നെ 4 എണ്ണത്തിൽ കൂടെ 1 1 1 1, പിന്നെ 2 സിംഗിൾ ക്രോഷ്യ, പിന്നെ 1 1 1 1, അങ്ങനെ പോകും കേട്ടോ. അപ്പം ഇനി അടുത്തത് 2 എണ്ണം ചെയ്യണം. ഇനി നമുക്കിതിനെ ജോയിൻ ചെയ്യണം. സോ ഇത് ചെയിനാണ്. ആ ചെയിൻ 1 ചെയ്തില്ലേ, അതിനെ സ്കിപ്പ് ചെയ്ത് നമ്മൾ ഇതിലോട്ടാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. സോ അതിന് ഹുക്ക് കയറ്റുക, പുള്ള് ചെയ്ത് ഇതിൽ കൂടെ വലിച്ചെടുക്കുക. ഓക്കെ, അങ്ങനെ റൗണ്ട് 6ഉം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻഡിൽ ഇങ്ങനെ പോപ്കോൺ സ്റ്റിച്ച് എന്ന് പറയും, അതാണ് ചെയ്യാൻ പോകുന്നത്. പോപ്കോൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് 2 ചെയിൻ ചെയ്യണം. ചെയിൻ 2 1 and this one is the second one. ഇനി 5 ഡബിൾ ക്രോഷ്യ ഈ സെയിം ഉണ്ടല്ലോ നമ്മളിപ്പോൾ ചെയ്തല്ലോ, ഈ സെയിം ഇതിൽ കൂടെ 5 ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോവാണ്. സെയിം അതിൽ കൂടെ തന്നെ ചെയ്യണേ. 2 3 4 5. അപ്പോൾ നമ്മളിപ്പോൾ 5 ഡബിൾ ക്രോഷ്യ ചെയ്തിപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാനും നോക്കാം. നോക്കൂ, 1 2 3 4 5. ഇത് നമ്മുടെ ഹുക്കിലുള്ളത് കൗണ്ട് ചെയ്യില്ല. ഇനി നമ്മളിത് പതിയെ ഇച്ചിരി ഒന്ന് ഊരി പോവാത്ത പോലെ ഇട്ടിട്ട് ഈ ഹുക്ക് ഊരിയെടുക്കുക. എന്നിട്ട് ഈ 5th ആദ്യത്തെ നമ്മുടെ ഈ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, അതിൽ നമ്മുടെ ഹുക്ക് കയറ്റി ഈ നമ്മൾ ഊരിയെടുത്തതിൽ കൂടെ ഇങ്ങനെ കയറ്റി അതിനെ ഇതിൽ കൂടെ പുള്ളി ചെയ്തെടുക്കുക. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പോപ്കോൺ സ്റ്റിച്ച് നമ്മളവിടെ ചെയ്തു. ഇനിയും 2 ചെയിൻ ചെയ്യണം. 1 2. ഇനി അടുത്തത് ഈ ലൂപ്പ് സ്കിപ്പ് ചെയ്യുക. നമ്മൾ ഇത് ചെയ്തു, ഇത് സ്കിപ്പ് ചെയ്ത് ഇതിൽ കൂടെ അടുത്ത 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 4 നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ചെയ്തു. എന്നിട്ട് നമ്മൾ വലിച്ചെടുക്കുക. അതുപോലെ പോലെ വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് അഞ്ചാമത്തെ 1 2 3 4 5 അതിൽ കൂടെ നമ്മൾ എടുത്ത് ഇതിനെ വലിക്കുക. അത് ഒത്തിരി എളുപ്പമാണ്. ഒന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, തന്നെ ഇതിൽ കൂടെ തന്നെ വലിച്ചെടുക്കുക. അങ്ങനെ സെക്കൻഡ് റൗണ്ട് ചെയ്യുക. ഇനി പിന്നെയും 2 ചെയിൻ ചെയ്യുക. 1 2. ഇനി അടുത്ത 1 സ്കിപ്പ് ചെയ്ത് അടുത്തതിൽ കൂടെ 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. കണ്ടോ, ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് ക്രിയേറ്റ് ചെയ്തു. ഇനിയും അടുത്ത ഹാഫും കൂടെ ചെയ്യാനുണ്ട്. ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ട്. സോ എല്ലാവർക്കും ഇതുപോലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. 2 ചെയിൻ ചെയ്തു, അത് കഴിഞ്ഞ് നമുക്കിനി 5 ഡബിൾ ക്രോഷ്യ ആണ് ഈ ലൂപ്പ് സ്കിപ്പ് ചെയ്ത് അടുത്തതിൽ കൂടെ ചെയ്യേണ്ടത്.
ഇതേ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്യാതെ ഒരു പോപ്കോൺ സ്റ്റിച്ച് കൂടെ നമുക്ക് ചെയ്താൽ മതി. അപ്പം അതിന് വേണ്ടി ഇവിടെ ഞാൻ 2 ചെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 5 ഡബിൾ ക്രോഷേ ഇത് സ്കിപ്പ് ചെയ്ത് ഇതിൽ കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് തോന്നുന്നു, സിമ്പിളാണെന്ന് തോന്നുന്നു. കാരണം ഇതിനകത്ത് നമ്മൾ ആകെ സിംഗിൾ ക്രോഷയും ഡബിൾ ക്രോഷേ ചെയ്യുന്നുള്ളൂ. ബിഗിനർ ഫ്രണ്ട്ലിയാണ്, കാരണം നിങ്ങൾക്ക് ഇത് സ്പീഡ് പ്രാക്ടീസ് ആകും. കാരണം നമ്മൾ കുറേ ചെയ്യുന്നുണ്ട്, പിന്നെ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ നമുക്ക് വലിയ പ്രോജക്റ്റ് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ഒത്തിരി സമയം എടുക്കും, പക്ഷേ ക്ഷമ വേണം. ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഭയങ്കര അത് വലിയ കുഴപ്പമില്ലയെന്ന് തോന്നുന്നു, ഭയങ്കര ബോറടിക്കത്തൊന്നുമില്ല. നമുക്കത് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണമെന്നുള്ള ഒരു ഇതാണല്ലോ. അപ്പം നമുക്കത് എങ്ങനെയെങ്കിലും ടൈം കൺസ്യൂം ചെയ്താൽ നിങ്ങൾക്കതൊരു ഹോബിയാക്കി മാറ്റാം, സെല്ല് ചെയ്യുന്നതിന് എങ്ങനെ പ്രൈസ് ചെയ്യാമെന്നൊക്കെ ഉള്ളത് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്താൽ മതി. ഐ ക്യാൻ ഡു ദാറ്റ് ഫോർ യു. കേൾക്കണ്ടോ? 1 2 3 4 5 ഇനി ഇത് പുള്ള് ചെയ്ത് ഈ 5th വണ്ണിൽ കൂടെ നമ്മൾ കയറ്റുവാണ്. ഇനി ചെയിൻ 2 തന്നെ ചെയ്യുക. 1 2. എന്നിട്ട് ഈ ലൂപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ഈ ആദ്യത്തെ പഫിൻ്റെ നമ്മൾ ആദ്യത്തെ ലൂപ്പിൽ കൂടെ ചെയ്യണം. ഇത് കണ്ടു, ഇത് ചെയിനാണ്, പക്ഷേ ഇതിൽ കൂടാണ് ചെയ്യേണ്ടത്. സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പാടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പം ഇങ്ങനെ എല്ലാത്തിനും ഇത് ഇങ്ങനൊരെണ്ണം ഉണ്ട്, അതിൽ കൂടാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനെ വലിച്ച് ഇങ്ങനെ എടുത്ത് വലിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ആ കംപ്ലീറ്റായി. ഇനി അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒന്ന് യാൺ ഓവർ ചെയ്ത് ഇതിനെ വലിച്ചെടുക്കുക. നമുക്കിനിയും ഈ യാണിനെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇവിടെ വെച്ച് കട്ട് ചെയ്ത് എന്നിട്ട് ഇതിനെ ഇങ്ങനെ വലിച്ചെടുക്കുക. സോ നമ്മളത് ഫിനിഷ് ചെയ്തു. ഇനി ഈ എൻഡ് നമുക്കിതിൽ വീവ് ചെയ്ത് തയ്ച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ കോസ്റ്റർ ഇവിടെ റെഡിയായി. ഇപ്പം നമുക്ക് നല്ല ഗ്ലാസ്സൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. സോ കണ്ടോ, ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഈ ടോയിനെ വെച്ചു. നല്ല ഭംഗിയില്ലേ കാണാനത്. അതിൻ്റെ ഈ പോപ്കോൺ സ്റ്റിച്ചാണ് അതിന് ഹൈലൈറ്റ് വന്നേക്കുന്ന ഒരു 3D എഫക്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. ഈ സിമ്പിൾ കോസ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ. താങ്ക് യു.